എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ hsk.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നൽകാവുന്നതാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ ഈ ഒരു വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്ക് വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഇതുവരെ അഡ്മിഷൻ നേടാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ ഏതെങ്കിലും സീറ്റിൽ ഏതെങ്കിലും കോട്ടയിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു സ്പോട്ട് അഡ്മിഷന് അപേക്ഷിക്കാൻ പറ്റുന്നതായിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളത് എങ്ങനെ പരിശോധിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, ഞാനിപ്പോൾ പ്രൈവറ്റിൽ ചേർന്നിട്ടുണ്ട്, അപ്പോൾ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ പരിശോധിക്കാം എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഉച്ചയോടെ ഈ ഒരു വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. SWS എന്ന് പറഞ്ഞാൽ സിംഗിൾ വിൻഡോ സിസ്റ്റമാണ്. അപ്പോൾ ആ ഒരു ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സെൻഡ് OTP എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അപ്ലൈ ഫോർ വേക്കൻറ്റ് സീറ്റ് അഡ്മിഷൻ എന്നുള്ള ഒരു ലിങ്ക് കാണാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ലിങ്ക്സ് എന്നുള്ള ഭാഗത്ത് ഏതെങ്കിലും ഒരു ലിങ്ക് കാണാം. ജസ്റ്റ് ആ ഒരു ലിങ്ക് കണ്ടിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു ബാക്കിയുള്ള നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ബാക്കി ഭാഗങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും ഉള്ള ഭാഗങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. ഇനി അതേസമയം നിങ്ങൾക്ക് അവിടെ ലിങ്കുകൾ ഒന്നും ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, ഇതുവരെ അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ, അലോട്ട്മെൻറ്റ് ഇതുവരെ കിട്ടിയിട്ടും അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുവരെ അപേക്ഷിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾ, ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇത് ഓൾറെഡി ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ID ഉള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡും ജില്ലയും ഉപയോഗിച്ച് കാൻഡിഡേറ്റ് ലോഗിൻ SWS വഴി ലോഗിൻ ചെയ്ത് ഓപ്ഷനുകൾ നൽകാം. ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ജില്ലയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ഒരു വേക്കൻസി പരിശോധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും സ്കൂൾ വൈസ് വേക്കൻസീസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ജില്ലയിലാണോ അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ ഓരോ സ്കൂളിലും നിരവധി വേക്കൻസീസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു 10-20 ഓപ്ഷൻസ് കൊടുക്കുക. അപ്പോൾ 1-2 ഓപ്ഷൻ കൊടുത്തിട്ട് പോവരുത്. കാരണം ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാലും പ്രോബ്ലം ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ സ്കൂൾ കോഴ്സുകളിലേക്കും ഓപ്ഷൻ കൊടുക്കുക. ഒരു 10-20 ഓപ്ഷനെങ്കിലും മിനിമം കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പല വിദ്യാർത്ഥികളും 1-2 ഓപ്ഷൻ കൊടുക്കും, അല്ലെങ്കിൽ ഒരു സീറ്റുള്ള കോഴ്സിലൊക്കെ വെക്കും. എന്നിട്ട് എനിക്ക് മറ്റേ കോഴ്സിലേക്ക് അല്ലെങ്കിൽ മറ്റേ സീറ്റിലേക്ക് ഓപ്ഷൻ പിന്നീട് വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊരു സ്കൂളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ താല്പര്യമില്ലെങ്കിൽ കൂടി അഡ്മിഷൻ നേടാൻ താല്പര്യമുള്ള ഏതൊരു സ്കൂളും കോഴ്സും ആയിക്കോട്ടെ നിങ്ങൾ ഓപ്ഷനായിട്ട് വെക്കുക. ഇത് പറയാൻ കാരണം പല വിദ്യാർത്ഥികളും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് വീണ്ടും എനിക്ക് ഇന്ന ഓപ്ഷൻ വെക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇന്ന ഓപ്ഷൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് താല്പര്യമുള്ളതും താല്പര്യമില്ലാത്തതുമായിട്ടുള്ള എല്ലാ സ്കൂളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓപ്ഷൻ വെക്കുക. ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ഇല്ലാത്തവർ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ ഉള്ളവർ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് 1 മണിയോടെ കാൻഡിഡേറ്റ് ലോഗിൻ SWS ലിങ്ക് വഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ഫോർ വേക്കൻറ്റ് സീറ്റ് അഡ്മിഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നതും, അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു 10-20-30 ഓപ്ഷൻസ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം നിങ്ങൾക്ക് താല്പര്യമുള്ള
അതും താല്പര്യമില്ലാത്ത സ്കൂളുകളും ഉണ്ടാവും. പിന്നീട് ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ താല്പര്യം വരുന്ന സ്കൂളുകളുണ്ടാവും. കാരണം പല വിദ്യാർത്ഥികൾക്കും ആ ഒരു രീതിയിൽ ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻസ് വീണ്ടും കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇത് നിങ്ങളോട് പ്രത്യേകം സൂചിപ്പിക്കുന്നത്. കാരണം പിന്നീട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ശേഷം ആ ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയാൽ താല്പര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് താല്പര്യമുള്ള എല്ലാ സ്കൂളിലേക്കും ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് ഒക്കെ കൊടുത്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യണം. കൺഫേം ചെയ്യും മുമ്പായിട്ട് പ്രിവ്യൂ പേജ് കാണാം. പ്രിവ്യൂ പേജ് ഒരു പച്ച കളറിലാണ് കാണാൻ പറ്റുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നൽകിയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും കാണാം. എന്തെങ്കിലും എഡിറ്റ് ചെയ്യാണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലായിട്ട് ഒരു പെൻസിൽ ഐക്കൺ കാണാൻ പറ്റും. ഓരോ ഭാഗത്തും ഏത് വിഭാഗത്തിലുള്ളതിനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് അതിനെ എഡിറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ നേരെയുള്ള ഒരു പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ സബ്മിറ്റ് ചെയ്ത അവസാനം നിങ്ങൾക്ക് ഡിക്ലറേഷൻ ബട്ടൺ കാണാൻ പറ്റും. അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നൽകിയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും കറക്റ്റാണ് എന്നുള്ളത് നിങ്ങളുടെ രക്ഷിതാവ് സമ്മതിച്ചിട്ടുള്ളതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ടിക്ക് വരും. ടിക്ക് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കൺഫർമേഷൻ ബട്ടൺ ആക്റ്റീവ് ആവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ വീണ്ടും പരിശോധിച്ച് തെറ്റുകളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തി തെറ്റുണ്ടെങ്കിൽ തിരുത്തിയ ശേഷം നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ സ്പോട്ട് അഡ്മിഷൻ്റെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്യാനുണ്ടാവും. അപ്പോൾ അത് പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുക്കേണ്ടതാണ്. കാരണം നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷന് പോകുന്ന സമയത്ത് ഈ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ടും എടുക്കുക. ഈ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് അല്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ടും എടുക്കുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇനി ഓഗസ്റ്റ് 8 വൈകുന്നേരം അതായത് ഓഗസ്റ്റ് 8 വൈകുന്നേരം 4 മണി വരെയാണ് ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുക. ഓഗസ്റ്റ് 9 രാവിലെ 9 മണിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റ് ഈ ഒരു പേജിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരിക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാവുക. നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് ജില്ലയിലേക്കാണ് നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഏത് സ്കൂളാണെന്ന് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ആ സ്കൂളിൽ ഏത് കോഴ്സിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്തതെന്ന് സെലക്ട് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ ഒരു സ്കൂളിലെ റാങ്ക് ലിസ്റ്റ് വരികയും നിങ്ങളുടെ റാങ്ക് എത്രാമതാണ് എന്നുള്ളത് പരിശോധിക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ വെച്ചിട്ടുള്ള എല്ലാ ഓപ്ഷൻസിൻ്റെ, അതായത് എല്ലാ സ്കൂളിലെയും എല്ലാ കോഴ്സിലെയും റാങ്ക് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതായത് കൃത്യമായിട്ട് നോക്കുകയും അതൊരു പേപ്പറിൽ കൃത്യമായിട്ട് എഴുതി വയ്ക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് ഇന്ന സ്കൂളിൽ ഇന്ന കോഴ്സിൽ ഇത്രാമതാണ് റാങ്ക് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അടുത്തതായിട്ട് സ്കൂൾ വൈസ് വേക്കൻസീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ലിങ്ക് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് താല്പര്യമുണ്ടായിരുന്ന ജില്ല നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ ഓപ്ഷൻസിൽ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിച്ചിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ആ ഒരു ജില്ല, നിങ്ങൾ അപ്ലൈ ചെയ്ത ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ റാങ്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു സ്കൂളിൽ ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതായത് ബയോളജി സയൻസ് ആണ് ഈ ഒരു സ്കൂളിലാണ് നിങ്ങൾ ഓപ്ഷൻ വെച്ചത് എന്ന് കരുതുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ റാങ്ക് എന്ന് പറയുന്നത് ഒരു 20 ആണെന്ന് കരുതുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു സ്കൂൾ, അതായത് ഇപ്പോൾ അതേ സ്കൂളിൽ തന്നെ ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ അതേ സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസിൽ 34 അവിടെ സീറ്റ് വേക്കൻസി ഉള്ളത്. നിങ്ങളുടെ റാങ്ക് എന്ന് പറയുന്നത് ഒരു 5 ആണെന്ന് കരുതുക. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ അടുത്തതായിട്ടുള്ളത് അടുത്ത സ്കൂളാണ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിൽ 13 സീറ്റാണുള്ളത്. നിങ്ങൾക്ക് അവിടെ റാങ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ റാങ്ക് 3 ആണെന്ന് കരുതുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഓരോ സ്കൂളിലെയും റാങ്ക് ഡീറ്റെയിൽസും അതുപോലെ അവിടെ എത്ര സീറ്റ് വേക്കൻസി ഉണ്ട് എന്നുള്ളതും നേരത്തെയുള്ള ആ ഒരു പേപ്പറിൽ കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ ലഭിക്കാൻ സാധ്യത, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇതിൽ എവിടെയായിരുന്നാലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൽ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ നേടാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള ആ ഒരു സ്കൂൾ, നിങ്ങൾക്കിപ്പോൾ എല്ലാ സ്കൂളിലും അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സ്കൂളിലാണ്, അതായത് ഈ ഒരു ആദ്യത്തെ ഈ ഒരു 23 സീറ്റ് വേക്കൻസിയുള്ള ആ ഒരു ബയോളജി സയൻസിലുള്ള സീറ്റിലേക്കാണ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവിടെ 20ാമത്തെയാണ് നിങ്ങളുടെ റാങ്ക്, അവിടെ 23ആണ് അവിടുത്തെ ആ ഒരു സീറ്റ് വേക്കൻസി എന്ന് മനസ്സിലാക്കി. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാലും
അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ, അതായത് ഇവിടെ നിങ്ങളുടെ റാങ്ക് 3 അവിടെ 13 സീറ്റ് വാക്കൻസി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളത് ഏത് സ്കൂളാണോ, അതുപോലെ ഏത് കോഴ്സിലാണോ ആ ഒരു വാക്കൻസിയിൽ ഉള്ളത്, അപ്പോൾ അവിടെ നിങ്ങൾ അഡ്മിഷനായിട്ട് നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടിയിട്ട് ഓഗസ്റ്റ് 9 ഉച്ചയ്ക്ക് 1 മണിക്കല്ല 12 മണിക്ക് മുമ്പായിട്ട്, അതായത് അന്ന് രാവിലെ 10 മണി മുതൽ 12 മണിക്ക് മുമ്പായിട്ട് അതിനിടയിലായിട്ട് എത്തിച്ചേരണം. കുറച്ച് നേരത്തെ തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും സ്കൂളിൽ നിന്ന് അഡ്മിഷൻ നൽകുന്നതല്ല. കാരണം നിങ്ങൾക്ക് സ്കൂളിലെ പ്രിൻസിപ്പൽമാർക്ക് ആ ഒരു സോഫ്റ്റ്വെയർ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സമയം വരെ, അതായത് അന്ന് ഉച്ചയ്ക്ക് 12 മണി വരെ വന്നിട്ടുള്ള വിദ്യാർത്ഥികളുടെ റാങ്ക് പട്ടിക തയ്യാറാക്കാനായിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം പോയി കഴിഞ്ഞാൽ ആ ഒരു സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കലി അവർക്ക് പിന്നീട് ഓപ്ഷൻ നൽകാനുള്ള ഒരു അവസരം അതിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അന്നേ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട്, അതായത് രാവിലെ ഒരു 11:30 മുമ്പായിട്ട് തന്നെ അവിടെ എത്തിച്ചേരാനായിട്ട് ശ്രദ്ധിക്കുകയും അവിടെ എത്തിയിട്ട് നിങ്ങളുടെ പേര് സ്കൂളിലെ പ്രിൻസിപ്പാളിനോട് പറഞ്ഞ് അവിടെ ആ ഒരു വന്ന വിദ്യാർത്ഥികളുടെ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ആഡ് ചെയ്യുകയും ചെയ്യുക. അതായത് നിങ്ങളുടെ പേര് അവിടെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുക. ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അന്നേ ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെ വന്നിട്ടുള്ള വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് പ്രകാരം ഏതൊക്കെ വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ട് അവരുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കുകയും ആ ഒരു മുൻഗണനാ പട്ടികയും അവിടുത്തെ സീറ്റ് വേക്കൻസിയും അനുസരിച്ച് നിങ്ങൾക്ക് അന്നേ ദിവസം ഉച്ചയ്ക്ക് 1 മണിക്കകം നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് അഡ്മിഷൻ നൽകുകയും ചെയ്യും. അപ്പോൾ അഡ്മിഷൻ നൽകുന്ന സമയത്ത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ നിങ്ങളുടെ അപേക്ഷയിൽ വല്ല റിസർവേഷൻ ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒറിജിനൽ, അതുപോലെ മറ്റെന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു റിസർവേഷൻ്റെ ഒറിജിനൽസ് എന്നിവ സഹിതം, അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഫീസ് എന്നിവ സഹിതം നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, താല്പര്യമുള്ള ഒരു 10, 20, 30 സ്കൂളിലേക്ക് ഓപ്ഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പല വിദ്യാർത്ഥികളും 1, 2 ഓപ്ഷനൊക്കെ കൊടുക്കും. പിന്നീട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഓപ്ഷൻ വേണം, ഈ ഒരു ഓപ്ഷൻ വേണം എന്ന് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊരു സ്കൂളിലേക്കും നിങ്ങൾ ഓപ്ഷൻ വെക്കുക. അതായത് നിങ്ങളൊരു 10, 20 ഓപ്ഷനെങ്കിലും നൽകാനായിട്ട് മിനിമം ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു അലോട്ട്മെൻറ്റിൽ റാങ്ക് നോക്കിയിട്ടാണ് അഡ്മിഷൻ കിട്ടുക, അല്ലാതെ അലോട്ട്മെൻറ്റ് പോലെയല്ല. അതുകൊണ്ടാണ് നിങ്ങളോട് കൂടുതൽ ഓപ്ഷൻ വെക്കാനായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത സ്കൂളോ കോഴ്സോ കിട്ടുമെന്ന പേടിയും വേണ്ട. കാരണം നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള സ്കൂളിലേക്കാണ് നിങ്ങൾ ഈ ഒരു റാങ്ക് നോക്കിയിട്ട് അന്നേ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് തന്നെ അവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത മനസ്സിലാക്കി വേണം അഡ്മിഷനായിട്ട് പോകാനായിട്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ 12 മണിക്ക് മുമ്പ് തന്നെ എത്താനായിട്ട് ശ്രദ്ധിക്കുക. കാരണം മുൻ വർഷങ്ങളിൽ 12 മണിക്ക് ശേഷം എത്തിയ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.